വളരെ ഫേമസ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എങ്കിൽ നമുക്കിത് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ കുക്കറിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പാണ്. അതിൽ അതേ അളവിൽ തന്നെ നമ്മൾ പാല് ചേർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പാലിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ അല്ല കേട്ടോ. ഒതൻറ്റിക് ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 കപ്പ് പാലിൽ 1/2 കപ്പ് വെള്ളം, അതാണ് കറക്റ്റ് അളവ്. അപ്പോൾ പാലിൻ്റെ ചുവ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സമാസമം എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഹൈദരാബാദിൽ സ്പെഷ്യലായിട്ടുള്ള ദം ചായ ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 4 ചെറിയ ഏലക്ക ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു കഷ്ണം പട്ട നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇത് വെന്ത് വരുന്ന സമയത്ത്. അപ്പോൾ ഇനി ഓരോരുത്തരുടെ കടുപ്പത്തിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ചായപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചായയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നും ഒരേപോലെ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. അതിനുശേഷം പ്രഷർ മൊത്തം പോയിട്ട് വേണം നമ്മളിത് തുറക്കാനായിട്ട്. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ പ്രഷർ മൊത്തം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചായ ഉണ്ടാക്കാൻ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടണേന്ന് വിചാരിക്കുന്നവർ ട്രൈ ചെയ്യേണ്ട. അല്ലാതെ ഒന്ന് സ്പെഷ്യലായിട്ട് എപ്പോഴേലും ഒന്ന് കുടിച്ച് നോക്കണം എന്നുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചായയും കൂടിയാണിത്. അപ്പോഴേ നമ്മളിത് അരിച്ചെടുത്ത് ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ചായയാണ്. ഉണ്ടാക്കി നോക്കുക. ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയിട്ട് കുടിക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇതുപോലത്തെ നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.